ഇൻകുലാബ് ഇൻകുലാബ് തൊഴിലാളി ഐക്യം തൊഴിലാളി ഐക്യം തൊഴിലാളി ഐക്യം ദിവാകരൻ മുതലാളി ദിവാകരൻ മുതലാളി ദിവാകരൻ മുതലാളി ഇൻകുലാബ് 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 തൊഴിലാളി ഐക്യം തൊഴിലാളി ഐക്യം ദിവാകരൻ മുതലാളി ഇൻകുലാബ് ഇൻകുലാബ് തൊഴിലാളി ഐക്യം ദിവാകരൻ മുതലാളി ദിവാകരൻ മുതലാളി ദിവാകരൻ മുതലാളി. മിസ്റ്റർ, നിങ്ങളെക്കാൾ വലിയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എച്ചിൽ ചോറ് തിന്നുന്ന കുറെ നായ്ക്കളെയാണ് നിങ്ങൾ എനിക്ക് നേരെ ഇറക്കി വിട്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷോഭിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കും വരാനില്ല മുതലാളി. ലേബർ കമ്മീഷണറുടെ മുമ്പിൽ വെച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പ് നിങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് തൊഴിലാളികൾ വീണ്ടും സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് പണം മുടക്കി ലോറി ഇറക്കിയിരിക്കുന്ന ലേബർ കമ്മീഷണറല്ല, ഞാനാണ്. മര്യാദയ്ക്ക് പണിമുടക്ക് പിൻവലിച്ച് ജോലിക്ക് കയറിയില്ലെങ്കിൽ വേറെ ആളെ വെച്ച് സർവീസ് നടത്തും. ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ സർവീസ് നടത്താൻ? ഈ തൊഴിലാളികളുടെ തനിനിറം നിങ്ങൾക്ക് അപ്പ കാണാം. താൻ ഓർമ്മിച്ച് സംസാരിക്കണം. ഭീഷണിയൊന്നും വേണ്ട മുതലാളി. ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയല്ല. വ്യവസ്ഥകൾ പാലിക്കാമെന്ന് ഉറപ്പു തരാതെ ഒറ്റ ലോറി പോലും കമ്പനിയിൽ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. ദാസ് മാവുങ്കലാണ് ഈ പറയുന്നത്. ദിവാകരൻ മുതലാളി ദിവാകരൻ മുതലാളി തൊഴിലാളി ഐക്യം. ഇവന്റെയൊക്കെ സമരം ഞാനും തീർക്കും. ആ നേതാവ് മുതലാളിയോട് സ്നേഹം ഭാവിച്ച് ഇടയ്ക്കിടയ്ക്ക് കെട്ടുകെട്ടായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയവനല്ലേ? അതാണ് രാഷ്ട്രീയക്കാരന്റെ നയം. ആവശ്യം വരുമ്പോ കാല് പിടിക്കും, അത് കഴിഞ്ഞാൽ കഴുത്ത് ഞെരിക്കും. പക്ഷേ ഇന്ന് എന്നോട് കളിക്കുന്നത് ഈ കളിയാണ്. ഡാഡി എങ്ങോട്ടാ പോകുന്നത്? ഗോഡൌണിലേക്ക്. വേണ്ട ഡാഡി, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവന്മാരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. അതുകൊണ്ട് ഞാൻ ആ തെണ്ടികളെ ഭയന്ന് അടിയറ പറയണം എന്നല്ല ഡാഡി. ആ നാളെ എന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട നീയാണോ ഇങ്ങനെ പിരിവാകുന്നത്? പ്ലീസ് ഡാഡി, പ്ലീസ്. ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അകത്തോട്ട് വരണം. നേതാവ് സാറേ, മുതലാളി പറയുന്നതാണ് ശരി. അതെ അതെ, ഒരു വെടിവെപ്പിനും ലാത്തി ചാർജിനും ഞങ്ങളെ നിർബന്ധിതരാക്കാതെ ഒരാൾ മാത്രം പ്രശ്നം പറഞ്ഞു തീർക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ഇപ്പൊ നേതാവ് എന്ത് പറയുന്നു? എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായമില്ല. നിങ്ങൾ എന്ത് പറയുന്നു? നേതാവ് മാത്രം പോയി സംസാരിച്ചാൽ മതി. നമസ്കാരം മുതലാളി. എന്നെ പരസ്യമായി അവമാനിച്ചതിന് പകരം ചോദിക്കാനാണ് നിങ്ങളെ അകത്തേക്ക് വിളിച്ചത്. പക്ഷേ നിങ്ങൾ എന്റെ ഒരു പഴയ സ്നേഹിതനായി. ഒരു കാലത്ത് നിങ്ങളും ഞാനും ഒരുമിച്ച് നിന്ന് പലതും ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ നേതാവായതും ഞാൻ മുതലാളിയായത്. അയ്യോ എന്റെ മുതലാളി, ഞാൻ ഇന്നും നിങ്ങളുടെ പഴയ ദാസൻ തന്നെയാ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അപ്പോ നിങ്ങൾ എന്റെ ശത്രുവല്ല. ശത്രുവോ? മുതലാളിമാരെ ശത്രുക്കളാക്കിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ മുതലാളി? അല്ല, പറ്റുമോ? ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സമരത്തിൽ എന്നെ തോൽപ്പിക്കരുത്. മുതലാളി, ഇവിടെ നടക്കുന്ന എല്ലാ സമരങ്ങളിലും സത്യത്തിൽ ജയിക്കുന്ന മുതലാളിമാരാ. പക്ഷെ ഞങ്ങളെ പോലെയുള്ളവർക്ക് തൊഴിലാളി ജയിച്ചെന്നേ പറയാൻ പറ്റൂ. അവൻ ജയിച്ചെന്നും പറഞ്ഞ് ചങ്ക് പൊട്ടി ആകാശത്ത് നോക്കി 4 വിളി വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു ദോഷവും വരാനില്ല. അതില്ല. എന്നാ എല്ലാം ഞാൻ ഏറ്റു. പിന്നെ മുതലാളി എന്നെ മറക്കാതിരുന്നാ മതി. എടോ, പണവും പബ്ലിസിറ്റിയും കൊണ്ട് നിങ്ങളെ പോലെയുള്ളവരൊക്കെ മന്ത്രി കസേര വരെ എത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അത് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ല മുതലാളി. അറിയാമല്ലോ. അല്ലാണ്ട് പിന്നെ വരട്ടെ. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, അങ്ങനെ ത്യാഗോജ്വലമായ ഈ സമരത്തിലൂടെ നമ്മൾ കിരാതനായ ദിവാകരൻ മുതലാളിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇത്
നമ്മളുടെ മാത്രം വിജയമല്ല സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ കോടാനുകോടി തൊഴിലാളികളുടെ മുഴുവൻ വിജയമാണ്. അങ്ങനെ ഈ സമരത്തിലൂടെ സമര പാരമ്പര്യമുള്ള അഖില ലോക തൊഴിലാളി വർഗത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ നാം ഒരു അധ്യായം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഹലോ, ഹലോ, ദിവാകരൻ ഹോൾഡിംഗ്. വിമലമേനോനാ മുതലാളി. മുതലാളി ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? മറക്കാനോ? ജോലി തിരക്ക് കാരണം എങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. മുതലാളിക്ക് വേണ്ടി പുതിയൊരാളെ അറേഞ്ച് ചെയ്തിട്ട് എത്ര ദിവസമായെന്നോ? അതിനെന്താ, നമ്മുടെ ദാസ് മാവുക്കലിന് ഒരു ഡിന്നർ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതായാലും പുതിയ ആളിനെ ഇന്നത്തേക്ക് തന്നെ ഫിക്സ് ചെയ്യൂ. ഓക്കെ?